ഹലോ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ് കേട്ടോ. എൻ്റെ മുഖത്ത് ആ എക്സൈറ്റ്മെൻറ്റും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ലേ, നമ്മളിന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ്. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് 3:30 നമ്മളൊരു 10 ആയപ്പോഴേക്കും അവിടെ എത്തി. എനിക്ക് മാത്രമാണോ എന്നറിയില്ല, ഈ എയർപോർട്ട് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. നമ്മൾ ഈ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്ക് എടുത്ത് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് സന്തോഷമല്ലേ. അങ്ങനെ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ മുതൽ കേട്ടോ. ഞാൻ ഈ ചെക്ക് ഇൻ ചെയ്യണ സമയത്ത് ഈ വീഡിയോ എടുത്ത് വെച്ചത് ഭയങ്കര ഒരു അനുഗ്രഹം കേട്ടോ. അതിൻ്റെ കാര്യം ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം പറയാം. അങ്ങനെ നമ്മുടെ ചെക്ക് ഇന്നും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബോർഡിംഗ് ഗേറ്റിലോട്ട് ഹെഡ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ അവിടെ എത്തിയിട്ടോ. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഈ ഒരു സംഭവം കാണുന്നത്. ആദ്യം കണ്ടപ്പോൾ എനിക്കിത് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഞാൻ കുറച്ചു നേരം അങ്ങനെ നോക്കി നിന്നു. ഇതല്ല കേട്ടോ, ഇതാണ് ഞാൻ കുറച്ചു നേരം നോക്കി നിന്ന സംഭവം. ഇതെന്താണെന്ന് ആദ്യം മനസ്സിലായില്ലെങ്കിലും നമ്മൾ കുറച്ചു നേരം അതിങ്ങനെ നോക്കി നിൽക്കണ കണ്ടപ്പോഴാണ് സ്റ്റാഫ് വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇത് റേസിംഗ് കാറിൻ്റെ സ്റ്റിമുലേറ്ററാണ്. അങ്ങനെ അവർ നമ്മളോട് ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചു കേട്ടോ. ഏട്ടനെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാരണം ആൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. 15 minutes ആണ് കേട്ടോ ഇവർ ഇതിന് ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്. എത്ര റൗണ്ട് വേണമെങ്കിലും നമുക്ക് കളിക്കാം കേട്ടോ. ഇത് ആക്ച്വലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കേട്ടോ. ഇനി നിങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ ബോർഡിംഗ് ഗേറ്റിലോട്ട് നടന്നു കേട്ടോ. ബാംഗ്ലൂർ എയർപോർട്ട് നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ്സാണ് തരിക കേട്ടോ. കാരണം ഫുൾ ഗ്രീനറിയും ഈ വാട്ടർഫോളിൻ്റെ സൗണ്ടും നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ്സാണ് എപ്പോഴും ഫീൽ ചെയ്യുക ഇവിടെ വരുമ്പോൾ. അങ്ങനെ നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് സ്ഥലം പിടിച്ചു കേട്ടോ. എയർപോർട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡ്രോപ്പ് ആവാൻ തുടങ്ങി. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, വെറുതെ കുറേ നേരം ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ബോറടി അത്ര തന്നെ ഉള്ളൂ. ഭാഗ്യത്തിന് അപ്പോഴേക്കും അവിടെ അനൗൺസ്മെൻ്റായി നമുക്ക് ബോർഡിങ് ചെയ്യാനായിട്ടുള്ള ടൈമായി. നമ്മൾ ഇന്ന് പോണത് എയർ അറേബ്യയിലാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ലേ ഓവർ വരുന്നത് ഷാർജയിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എയർ അറേബ്യയിൽ ഫ്ലൈ ചെയ്യണത്. പക്ഷെ നല്ല അടിപൊളി കംഫർട്ടബിൾ ഫ്ലൈറ്റ് തന്നെയായിരുന്നു കേട്ടോ. കയറി ഇരുന്നത് ഓർമ്മയുള്ളൂ, നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അത് കാരണം പെട്ടെന്ന് തന്നെ ഷാർജ എത്തി. ആക്ച്വലി ഷാർജയിൽ നമുക്ക് ട്രാൻസിറ്റ് ടൈം 1.5 hours ആയിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ അവിടുത്തെ വീഡിയോസൊന്നും അധികം എടുത്തിട്ടില്ല. കാരണം നമ്മൾ ചെന്നപ്പോഴേക്കും ഓട്ടമായിരുന്നു നെക്സ്റ്റ് ഫ്ലൈറ്റ് കയറാനായിട്ട്. ലക്കിലി കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഗേറ്റിലെത്തിയിട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് പോവാണ്. നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ പറഞ്ഞില്ലല്ലോ, നമ്മൾ പോണത് തിബ്ലീസിലോട്ടാണ് കേട്ടോ. ജോർജിയ തിബ്ലീസി. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ പല ഫ്ലേവേഴ്സിലുള്ള ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടാണ്ട് ഫ്ലൈറ്റിലും അവർക്കതുണ്ട്, നമുക്ക് പേ ചെയ്ത് വേണമെങ്കിൽ വാങ്ങാം. പല ഫ്ലേവേർഡ് ആയിട്ടുള്ള മാഗി കണ്ടപ്പോൾ ഹെറോസിസ് ചോദിക്കുമായിരുന്നു ഏത് കൺട്രിയിൽ നിന്നാണ് വാങ്ങിയേ, എവിടെ നിന്നാണെന്നൊക്കെ. കാരണം അവരുടെ കൺട്രിയിലൊന്നും ഇങ്ങനത്തെ വെറൈറ്റീസ് അവൈലബിൾ അല്ല അത്ര. അങ്ങനെ നമ്മൾ തിബ്ലീസി എത്തി കേട്ടോ. തിബ്ലീസി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ വീഡിയോസ് ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, 2 റീസൺ ഉണ്ട്. ഒന്ന്, നമ്മുടെ ഇമിഗ്രേഷൻ പ്രോസസ്സ്. ഈ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറിന് ആ പ്രോസസ്സ് കുറച്ച് അധികം ഡിഫിക്കൾട്ടാണ്. അതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ ഒരു ചെക്ക് ഇൻ ലഗേജ് മിസ്സായിപ്പോയി കേട്ടോ. നമ്മൾ തിബ്ലീസി എയർപോർട്ടിലെ ഹെൽപ്പ് ഡെസ്കിൽ പോയിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പും നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർ നമ്മളോട് പറഞ്ഞത് അവർക്ക് ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റും ഇല്ല എന്നാണ്. പിന്നെ നമ്മുടെ പേഴ്സണൽ കണക്ഷൻ ത്രൂ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ലഗേജ് ഷാർജ എയർപോർട്ടിൽ നിന്ന് അവരവിടുന്ന് വിട്ടിട്ടില്ല എന്നുള്ളത്. നെക്സ്റ്റ് ഫ്ലൈറ്റിൽ അവരത് എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബേസിസിൽ നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോയിട്ടോ. അങ്ങനെ അന്ന് വൈകുന്നേരം തന്നെ നമ്മുടെ ലഗേജ് തിബ്ലീസി എയർപോർട്ടിലെത്തി. ബട്ട് നമ്മുടെ സ്റ്റേയിൽ നിന്ന് കുറച്ചധികം ദൂരമുള്ള കാരണം നമ്മുടെ വേറൊരു ഫ്രണ്ടും കൂടി നെക്സ്റ്റ് ഡേ ദുബായിൽ നിന്ന് തിബ്ലീസിലോട്ട് വരുന്നുണ്ടായിരുന്നു നമ്മളെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരത് കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ നമ്മുടെ എയർബിഎൻബിയിൽ എത്തിയിട്ടോ. നമ്മൾ എയർബിഎൻബി ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, 3 rooms കിച്ചൺ അങ്ങനെയായിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഭയങ്കര കണക്ടിവിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു നമ്മൾ ചൂസ് ചെയ്തത്. നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ട്രിപ്പ് പോകുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ ചൂസ് ചെയ്യാറ് എയർബിഎൻബി തന്നെയാണ് കേട്ടോ. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിലും പിന്നെ അവർക്കായാലും കുറച്ചധികം സ്ഥലം കളിക്കാനൊക്കെ കിട്ടും. അത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും എയർബിഎൻബി ചൂസ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ എയർബിഎൻബി. ഇവിടെ നമ്മൾ കളിയാക്കി പറയായിരുന്നു ട്രംപിൻ്റെ കസാരയും മേശയാണെന്ന് പറഞ്ഞിട്ട്. ഇതാണ് കേട്ടോ 3 റൂംസും.
നമ്മൾ നമ്മുടെ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിട്ടോ. നമ്മളപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ജോർജിയൻ ക്യൂസീൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ താമസിക്കുന്ന എയർബിഎൻബിൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാ കടകളും ഉള്ളത് കേട്ടോ. നമുക്ക് മെക്ഡോണൾഡ്സും സൂപ്പർ മാർക്കറ്റ്സും എന്ത് സാധനം വേണമെങ്കിലും അടുത്ത് തന്നെ എല്ലാം കിട്ടും. ഈ വഴിയിലൂടെ പോകുമ്പോഴൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓട്ടം സീസൺ സ്റ്റാർട്ട് ചെയ്ത കാരണം തന്നെ ഈ ചെടികളുടെ കളറ് മാറി നിൽക്കുന്നതും അവിടെ നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. നമ്മുടെ ഈ എയർബിഎൻബിയുടെ ഹോസ്റ്റ് സജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ പോണത്. ഓൾഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർ ജോർജിയൻ ക്യൂസീൻ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണിത്. നമ്മൾ യൂട്യൂബിലൊക്കെ കുറച്ച് ഡിഷസ് ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, ഇത് ട്രൈ ചെയ്യണം അത് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ജോർജിയൻ ഡിഷാണ് കച്ചാപ്പുരി. ഈ കച്ചാപ്പുരിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. ഇതാണ് ഒത്തൻറ്റിക് കച്ചാപ്പുരി. അതിലവർ റോ എഗ്ഗാണ് ഇടുന്നത്. ചീസും ബട്ടറും ഒക്കെ ഇട്ടിട്ട് നമ്മളത് മിക്സ് ചെയ്യണം. അങ്ങനെയാണ് ഇത് കഴിക്കുക കേട്ടോ. എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അറിയില്ല. കാരണം അത് ഭയങ്കര സോൾട്ടിയാണ്, പിന്നെ ഫുൾ ചീസിയാണ്. നമുക്ക് അങ്ങനെ ഫുൾ ഒരെണ്ണം ഒന്നും അങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല, കുറച്ച് ടേസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതാണ് അവിടുത്തെ ഫേമസ് കിങ് കാലിയും ഷെയ്ഖ് മെറൂലിയും. കിങ് കാലി ബേസിക്കലി ഒരു ഡംപ്ലിംഗ് ആണ്, സ്റ്റഫ്ഡ് വിത്ത് മീറ്റ്. പിന്നെ ഈ ഷെയ്ഖ് മെറൂലി ഫ്രൈഡ് ചിക്കൻ ഡിപ്ഡ് ഇൻ സോസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഡേ 1. ഇനി നമുക്ക് ഡേ 2 ആയിട്ട് പിന്നെ കാണാം. ബൈ.